നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കാലത്താണ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ ജെൻസി, ആൽഫ ജനറേഷൻ തുടങ്ങി ജനറേഷൻസ് ഇങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതും ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇത്തരം ഇടങ്ങളിൽ നിന്നായിരിക്കും. ഇപ്പോൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ദിനുവിനെ പോലെ അല്ലെങ്കിൽ ശ്യാംകുമാർ സാറിനെ പോലെയുള്ള ഒരുപാട് പേർ ഇതിനു വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മറുഭാഗത്ത് ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള പേരിൽ വരുന്ന ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിന് ഭയങ്കര വൈകൃതമായിട്ട് ഇപ്പം നിരോധിച്ചതാണെങ്കിൽ നമ്മൾ പറയുന്ന കോളനി പദങ്ങൾ റീൽസിൽ കടന്നു വരുന്നു. പിന്നെ നമ്മൾ പറയാൻ പാടില്ലാത്ത കുറേ പദങ്ങൾ വെച്ചിട്ട് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ആളുകൾ ആ രീതിയിൽ വേഷം കെട്ടി കാണിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഈ ഒരു രണ്ട് രീതിയിലാണ് എനിക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പം തോന്നുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതോ അല്ലെങ്കിൽ കാണുന്നതോ ഇത്തരം കണ്ടന്റുകളാണ്. ഈ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ള കോണ്ടന്റുകളാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരിടത്ത് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പ്രധാനമായും നമ്മളിപ്പോൾ കാണുന്നത് കോളനി വേണം, ഇത്തരം പദങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുലയാടി എന്നുള്ള ടേമുകൾ, ഇത്തരം തെറിവാക്കുകൾ, ജാതീയമായ അധിക്ഷേപങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഇടുന്ന വ്യക്തി ഒരിക്കലും ആലോചിക്കുന്നില്ല ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായിരുന്ന, ഈ മണ്ണിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്ന, ഈ മണ്ണിനെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന മനുഷ്യർ, ആ മനുഷ്യരെ മൊത്തം കോളനിവൽക്കരിച്ചുകൊണ്ട് 4 സെന്റിലേക്കും 5 സെന്റിലേക്കും ഒതുക്കി അവരുടെ ഭൂമി ഇല്ലാണ്ടാക്കിയത് ആരാണെന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഇവർ കോളനികളാക്കിക്കൊണ്ട് ഭരണകൂടം നമ്മളെ മാറ്റി തീർക്കുകയും കോളനിവൽക്കരിക്കുകയും ചെയ്തിട്ട് നേരെ നമ്മൾ ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് MA സോഷ്യോളജിക്ക് 1ാം റാങ്ക് കിട്ടിയപ്പോൾ അതിനിടയിൽ വന്ന ആദ്യത്തെ ഒരു തെറി എന്ന് പറയുന്നത് കോളനി വേണമെന്നാണ്. ഞാൻ കോളനിയിൽ താമസിക്കുന്ന ആളല്ല, സമ്പത്ത് കാരണം ജാതി പ്രശ്നം ഇല്ലാണ്ടാവുന്നാണല്ലോ പറയുന്നത്. ഞാനൊരു 2 നില വീട്ടിൽ താമസിക്കുമ്പോഴും എന്നെ ഒരു ദളിതനായി മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് എന്ത് രൂപവും എടുക്കും, ഒരു ഓന്തിനെ പോലെയാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറുകയാണെങ്കിൽ അവിടെ അത് വർക്ക് ചെയ്യും, നിങ്ങൾ എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അത് അവിടെ വർക്ക് ചെയ്യും. എവിടെ പോയാലും ഇത് നമ്മളെ വിടാതെ പിന്തുടരും എന്നുള്ളത് തന്നെയാണ്. അപ്പം സമൂഹ മാധ്യമങ്ങൾക്കകത്ത് ഇത്തരം പ്രയോഗങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അട്രോസിറ്റി ആക്റ്റുകൾ ഒരുപക്ഷെ സൈബർ സ്പേസിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. 2, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി സംവരണം എന്താണ്, ജാതീയമായ അധിക്ഷേപങ്ങൾ എന്താണ്, ഇതിനെയൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടി മാറേണ്ടതുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും എനിക്കൊക്കെ മീഡിയയിൽ സംസാരിക്കുമ്പോൾ ഒക്കെ വരുന്ന ഒരു കാര്യം, ജാതിവാദി എന്നുള്ള ടേമാണ് പലപ്പോഴും വരുന്നത്. പക്ഷേ എനിക്ക് ഏറെ പ്രിയപ്പെട്ട സുനിൽ പി ഇടണം, സുനിൽ മാഷ് വേടന്റെ കാര്യത്തിൽ ഇത് ജാതീയതയും വംശീയതയും ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആരും അദ്ദേഹത്തെ ജാതിവാദി എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ ആർക്കാണ് ജാതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത് എന്ന് പോലും ഇവിടെ കൃത്യമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. നമ്മൾ അത്യന്തികമായി പറയുന്നത് ജാതി ഇല്ലാതാവുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. ആ സമയത്താണ് വളരെ കൃത്യമായി നായർ മാട്രിമോണി അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കല്യാണം അന്വേഷിക്കുന്ന മനുഷ്യർ വന്നുകൊണ്ട് നമ്മളെ ജാതിവാദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതെ അതെ അതെ, ന്യൂസ് പേപ്പറിൽ നമുക്ക് ഇപ്പോഴും SC/ST ഒഴികെ എന്ന് കാണുന്നു. കല്യാണം നോക്കുന്ന സമയം ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതിച്ചു മറ്റൊരു ജാതി, അല്പം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഫാമിലിയാണ് അവരുടേത്, ഫ്രീഡം കൊടുക്കുന്ന ഫാമിലിയാണ്. പക്ഷെ അവർ പറഞ്ഞത് നിങ്ങൾ പ്രസവിക്കാൻ നിൽക്കരുത്, കാരണം നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു ദളിതന്റെ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത്ര ജനറേഷൻ പൊല്യൂട്ടഡ് ആവുമെന്നാണ് പറഞ്ഞത് ഗർഭപാത്രം. 2025 പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ജാതി കൊലപാതകങ്ങൾ നടക്കുന്നില്ലല്ലോ നോക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ വളരെ കൃത്യമായി കല്യാണത്തിനകത്ത് ജാതി നോക്കിക്കൊണ്ട്, മാട്രിമോണിയൽ പേജുകൾക്കകത്ത് ജാതി നോക്കിക്കൊണ്ട് തന്നെയാണ് മനുഷ്യർ ഇന്നും ഇടപെടൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം മലയാളിയുടെ മനസ്സിനകത്ത് വളരെ കൃത്യമായി ജാതീയമായ ബോധങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, കഴക ജോലി ചെയ്യുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപം ഒക്കെ നമുക്കറിയാം. ജോലിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോവാണ്. ഒരു സർക്കാർ ജോലി കഷ്ടപ്പെട്ട് ലഭിച്ച് അതിൽ നിന്ന് നമ്മളോടൊക്കെ എന്താ പറയാറ്, സംവരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എളുപ്പമാണല്ലോ ജോലി കിട്ടാൻ. നോക്കൂ, ഈഴവ വിഭാഗത്തിലെ ഒരു സുഹൃത്തിന് ജോലി കിട്ടി ജോലി നിർത്തി പോകേണ്ടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിശക്തമായി കേരളത്തിനകത്ത് ജാതീയത ഇന്നും നിലനിൽക്കുന്നുണ്ട് ആളുകളുടെ മനസ്സിനകത്തേക്ക്. അതിൽ കൂടി മാറ്റം വരുമ്പോൾ മാത്രമേ നമുക്കൊരു സാക്ഷര കേരളം എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റൂ.